ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടുള്ളവർക്ക് എനിക്ക് അറിയായിരിക്കും നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന്. അറിയാത്തവർക്കായിട്ട് പറയാൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എങ്ങോട്ടാണ് യാത്ര എന്നുള്ളതല്ലേ, സൗത്ത് ഇന്ത്യയിലത്തെ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ഓടുന്ന വന്ദേ ഭാരതാണ്. നാഗർകോവിൽ നിന്നും ചെന്നൈ എഗ്മോറിലേക്ക് പോകുന്ന നാഗർകോവിൽ ചെന്നൈ എഗ്മോർ വന്ദേ ഭാരത് എക്സ്പ്രസ്സാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. 727 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടുന്നത്. 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് ഏകദേശം 83 km/h ആവറേജ് സ്പീഡ് എടുക്കുന്ന വണ്ടിയാണ്. വെറും 110 km/h മാത്രം മാക്സിമം സ്പീഡുള്ള റൂട്ടിൽ 83 km ആവറേജ് സ്പീഡ് എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു 1.5 പോക്കായിരിക്കണം പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തത്. നമുക്കെന്നാൽ ഉള്ളിലേക്ക് പോകാം. നല്ല വെയിലാണ്. ഇതാണ് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നാഗർകോവിൽ 2 റെയിൽവേ സ്റ്റേഷനുണ്ട്, ജംഗ്ഷൻ സ്റ്റേഷൻ, ടൗൺ സ്റ്റേഷൻ. ഇത് ജംഗ്ഷൻ സ്റ്റേഷനാണ്. ടൗൺ സ്റ്റേഷൻ ബൈപ്പാസ് വഴി പോകുന്ന ട്രെയിനുകളാണ് ടൗൺ സ്റ്റേഷൻ വഴി പോകുന്നത്. ഇവിടെ വന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന വണ്ടികളെല്ലാം ജംഗ്ഷൻ സ്റ്റേഷൻ വഴിയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് 2:15 പോവുക. നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഞാനിതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വെജിറ്റേറിയൻ റിഫ്രഷ്മെൻറ്റ് റൂമിൽ കയറി ലഞ്ചും കഴിച്ചിട്ട് നമ്മൾ ട്രെയിൻ വരുന്നൊക്കെ എടുക്കാം. ഇതാണ് സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ പ്ലാറ്റ്ഫോമൊക്കെ അവർ വെള്ളം ഒഴിച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ്, എൻട്രൻസും പ്ലാറ്റ്ഫോമൊക്കെ. നമുക്കെന്നാൽ പതുക്കെ ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. പെയിൻറ്റ്ലെസ് അന്ത്യോദയ കോച്ചായിരുന്നു, അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി. അതും പെയിൻ്റ് അടിച്ച് അവർ റെഡ് ആൻഡ് ഗ്രേ ആക്കി. അതിനപ്പുറത്ത് അന്ത്യോദയയുടെ ക്യാരക്ടറിസ്റ്റിക് ലിവറിലുണ്ടായിരുന്ന RCF ബിൽറ്റ് കോച്ചായിരുന്നു, അതും പെയിൻ്റ് അടിച്ച് അവർ സാധാരണ ഗ്രേ ആൻഡ് റെഡ് കളറാക്കി. അപ്പോൾ സദേൺ റെയിൽവേയിൽ ഇനിയിപ്പോൾ അന്ത്യോദയ ലിവറിയും ഇപ്പോൾ ബാക്കി ഉണ്ടാവില്ല, മിക്കവാറും എല്ലാവരും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങേയറ്റത്ത് പോയി നിന്നിട്ട് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ചെന്നൈയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഏകദേശം തോവാലെത്താറായി. അപ്പോൾ അതിൻ്റെ ഇൻകമിങ് ഒന്ന് കണ്ടേക്കാം. നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് അവിടെ നിന്ന് കയറി വരുന്നത് കാണാം. അവിടെ നിന്ന് വളവ് തിരിഞ്ഞ് വരുന്നുണ്ട്. അതാണ് നാഗർകോവിൽ ലൈൻ, തിരുനെൽവേലിയിൽ നിന്നുള്ള ലൈന്. തിരുനെൽവേലിയിൽ നിന്നുള്ള ലൈൻ വഴി ജസ്റ്റ് കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാഫ്രൺ കളർ റേക്കാണ്, 16 കോച്ച് റേക്കാണത്. റേക്ക് ഇപ്പോൾ അവിടെ നിന്ന് പതുക്കെ കയറി വരുന്നേ ഉള്ളൂ. അതിനിപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 നിൽക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 1 റേക്ക് കയറി വരിക. അപ്പോൾ ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിന്. നമ്മളിന്ന് C13 C13 ഫ്രണ്ട് എൻഡിൽ, അതായത് ടുവേർഡ്സ് ചെന്നൈ എഗ്മോർ പോകുമ്പോൾ ഫ്രണ്ട് എൻഡിലായിട്ട് വരും C13. അത്യാവശ്യം തിരക്കുണ്ട്. പക്ഷേ എനിക്കൊന്നും നാഗർകോവിലിന് കാര്യമായിട്ട് ബോർഡിംഗ് ഇല്ലയെന്ന് തോന്നുന്നു. കാര്യം എൻ്റെ കോച്ചിന് ചാർട്ട് എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം ഏറെക്കുറെ കോച്ച് മുഴുവനായിട്ട് തന്നെ തിരുനെൽവേലിയിൽ നിന്നാണ് ബോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ നാഗർകോവിലിന് കാര്യമായിട്ട് യാത്രക്കാരൊന്നും ഇല്ല. നാഗർകോവിലിന് യാത്രക്കാർ വളരെ കുറവാണ് എൻ്റെ കോച്ചിൽ. ബാക്കി കോച്ചുകളുടെ കാര്യം എനിക്കറിയില്ല. എൻ്റെ കോച്ചിൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ മൊത്തത്തിൽ 50 സീറ്റോ മറ്റോ ആണ് കാലിയുള്ളത്. ഇപ്പോൾ ഈ 1000-ൽ പരം സീറ്റുള്ള ട്രെയിനിൽ 50 ചില്ലറ സീറ്റേ കാലിയുള്ളൂ. എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട്. ഇതൊരു വർക്കിംഗ് ഡേ ആണ് എന്നിട്ടും കൂടി. ഇപ്പോൾ 16 കോച്ച് റേക്കാണ്. ഇത് ഓടിയിട്ട് അങ്ങോട്ട് തീരുന്നില്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കാണുന്ന പുതിയ റേക്കെല്ലാം 8 കാർ റേക്കുകളായതുകൊണ്ട് വളരെ പെട്ടെന്ന് കയറി തീരുമല്ലോ. ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് വീണ്ടും ഒരു 16 കാർ റേക്ക് സൗത്ത് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ട്രെയിൻ ജസ്റ്റ് വന്ന് നിന്നു. അതിൽ യാത്രക്കാർ ഇറങ്ങി തുടങ്ങി. ഇൻകമിങ് അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. എല്ലാ കോച്ചിൽ നിന്നും യാത്രക്കാർ ഇറങ്ങാനുണ്ട് എന്തായാലും. മീൻവേൽ അപ്പുറത്ത് ബൈപ്പാസ് ലൈൻ വഴി ട്രിവാൻഡ്രം ട്രിച്ചി ഇൻ്റർസിറ്റി എക്സ്പ്രസ് പോകുന്നുണ്ട്. നിങ്ങൾ കേരളത്തിൽ നിന്ന്, അതായത് തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വന്ന് വന്ദേ ഭാരത് പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റർസിറ്റി പിടിച്ച് നേരെ തിരുനെൽവേലി പോയി ഇറങ്ങുക. തിരുനെൽവേലിയിൽ നിന്ന് വന്ദേ ഭാരത് പിടിക്കാൻ നോക്കുക.
അല്ലാതെ പിന്നെ ചെയ്യാവുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നാഗർകോവിൽ ടൗൺ ഇറങ്ങിയിട്ട് നാഗർകോവിൽ ടൗണിൽ നിന്ന് ഇങ്ങോട്ടൊരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു ബസ്സിന് കയറി ഇവിടെ ഈ സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടുന്ന് വന്ദേ ഭാരത് പിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനെക്കാട്ടും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർസിറ്റി തന്നെ നേരെ തിരുനെൽവേലി പോയിട്ട് തിരുനെൽവേലിയിൽ നിന്ന് വന്ദേ ഭാരത് പിടിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ. ഇൻ്റർസിറ്റി പോയിട്ടുണ്ട്. ആ ഇൻ്റർസിറ്റി ഈ വന്ദേ ഭാരത് ഓവർടേക്ക് ചെയ്യും, പക്ഷേ അത് മധുരയ്ക്ക് ശേഷം ഓവർടേക്ക് ചെയ്യുള്ളൂ. അപ്പോൾ മധുര വരെ അവൻ ഫ്രണ്ടിൽ തന്നെ പോകും. പലപ്പോഴും അതായത് ഈ നമ്മുടെ നാഗർകോവിൽ വന്ദേ ഭാരത് തുടങ്ങിയ സമയത്ത് മനോരമയിലോ ഏതോ ഒരു പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, ഐലൻഡ് എക്സ്പ്രസ്സിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ദേ ഭാരത് പിടിക്കാൻ പറ്റുന്ന. ഐലൻഡ് എക്സ്പ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ വന്ദേ ഭാരത് പിടിക്കാൻ പറ്റില്ല. കാര്യം മിക്കവാറും ദിവസങ്ങൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ NTS കണ്ടിന്യൂസ്ലി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിക്കവാറും ദിവസങ്ങളും ഐലൻഡ് എക്സ്പ്രസ് പുറത്ത് ഔട്ടറിൽ വെയിറ്റ് ചെയ്യുമ്പോൾ വന്ദേ ഭാരത് ഇറങ്ങിപ്പോവാണ് ചെയ്യാറ്. അതുകൊണ്ട് അത് ചെയ്യരുത്. ഇൻ്റർസിറ്റി എക്സ്പ്രസ് പിടിക്കുക, ട്രിച്ചി ഇൻ്റർസിറ്റി എക്സ്പ്രസ് പിടിച്ച് തിരുനെൽവേലിയിൽ പോയി ഇറങ്ങുക. എന്നിട്ട് തിരുനെൽവേലിയിൽ നമ്മുടെ വന്ദേ ഭാരത് വരുന്നതിന് വെയിറ്റ് ചെയ്യുക. വന്ദേ ഭാരത് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുള്ളൂ, ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. ഇത് പുറപ്പെടാൻ ഇനിയും നമുക്ക് സമയമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇൻകമിങ് പാസഞ്ചേഴ്സൊക്കെ ഇറങ്ങി തരുന്ന ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലീനിങ്ങിൻ്റെ ക്രൂ ആണ് ഈ പുറത്ത് നിൽക്കുന്നത്. ജസ്റ്റ് അടുത്ത ലോക്കോ പൈലറ്റാണെന്ന് തോന്നുന്നു. ഒരു ലോക്കോ പൈലറ്റ് ജസ്റ്റ് വന്ന് കയറിയിട്ടുമുണ്ട്. നമുക്കിനിയും പോകാൻ സമയമുണ്ട്. നമുക്കിനി ഒരു 40 മിനിറ്റോളം ബാക്കിയുണ്ട്. ക്ലീനിങ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലഗേജൊക്കെ അകത്ത് കയറ്റി വെച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് ഇൻറ്റീരിയേഴ്സൊക്കെ ഒന്ന് കാണാം. ഈ കാണുന്ന C13 ആണ് എൻ്റെ കോച്ച്, 242700. ഇതാണ് നമ്മുടെ കോച്ച്. എൻ്റെ സീറ്റ് നമ്പർ 69 അപ്പോൾ എനിക്കൊരു ഇപ്പുറത്തെ സൈഡിൽ വരുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്കെന്തായാലും അകത്ത് കയറും. കാരണം ക്ലീനിങ് കഴിഞ്ഞ് സ്റ്റാഫ് ഇറങ്ങി, പാസഞ്ചേഴ്സ് കയറി തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കയറി നോക്കാൻ എങ്ങനെയുണ്ടെന്നുള്ളതാണ്. ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് തന്നെയാണ് 69. ഈ ഫോർവേഡ് ഫേസിങ് റൈറ്റ് സൈഡ് വിൻഡോ സീറ്റാണ് എൻ്റെ അടിപൊളി. അതിവിടെ എനിക്ക് അങ്ങനെ കിട്ടുന്നത് 69 ഫോർവേഡ് ഫേസിങ് റൈറ്റ് സൈഡ് വിൻഡോ സീറ്റാണ് എൻ്റെ സീറ്റ്. ഇതാണ് നമ്മുടെ കോച്ച്. കോച്ചിൻ്റെ വിൻഡോസൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടോ? കോച്ചിൻ്റെ വിൻഡോസൊക്കെ സോപ്പ് സ്പ്രേ ചെയ്തിട്ട് അവർ മറ്റേ വൈപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കോച്ചിനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. നമ്മുടെ കോച്ച് എന്ന് പറയുന്നത് ഒരു മോട്ടോർ കോച്ചാണ്. അതായത് ഇതിൻ്റെ അടിയിൽ ട്രാക്ഷൻ മോട്ടോഴ്സ് ഉണ്ട്. അപ്പോൾ ട്രാക്ഷൻ മോട്ടോഴ്സിനുള്ള വെൻറ്റിലേഷനാണ് ഈ കാണുന്ന ഗ്രില്ല്. ഈ ഗ്രില്ല് വഴിയാണ് ട്രാക്ഷൻ മോട്ടോഴ്സിനുള്ള കൂളിംഗ് ഉള്ള എയർ വെൻറ്റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബേസിക്കലി നമുക്ക് യാത്ര ചെയ്യുന്നിടയ്ക്ക് നമുക്ക് ട്രാക്ഷൻ മോട്ടോഴ്സിൻ്റെ മുകളിൽ ഞരക്കമൊക്കെ കേൾക്കാൻ പറ്റുമായിരിക്കും. അപ്പം നമുക്കൊന്ന് ഉള്ളിലോട്ട് കയറി ഒന്ന് നമ്മുടെ കോച്ചിന് ഇൻറ്റീരിയേഴ്സ് ഒന്ന് കണ്ടേക്കാം. അപ്പോൾ നമ്മുടെ കോച്ച് പറയേണ്ട ആവശ്യമില്ല, ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജൂൺ 2024 ബിൽറ്റാണ്. ജൂൺ 2024 ബിൽറ്റാണ് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി. ഇപ്പോൾ ജസ്റ്റ് ക്ലീനിങ് ഒക്കെ നടക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയേഴ്സ്. ഇത് നമ്മുടെ ട്രിവാൻഡ്രം വന്ദേ ഭാരതിൻ്റെ സീറ്റുകൾ പോലെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഏകദേശം. ഇതാണ് അതിൻ്റെ സീറ്റ്. കണ്ടിട്ട് നല്ല കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് ഇരുന്ന് നോക്കിയിട്ട് പറയാൻ എങ്ങനെയുണ്ടെന്ന്. ലെഗ് സ്പേസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി ലെഗ് സ്പേസും ഇട്ടുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ സീറ്റിലൊന്ന് ഇരുന്ന് നോക്കാം. സീറ്റിൽ ഇരുന്ന് നോക്കുമ്പോൾ ഇതാണ് സീറ്റ്. സീറ്റ് വിടുത്ത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. അത്ര ഭയങ്കരമായ വിടുത്തൊന്നുമില്ല. അത് കണ്ടോ, ഭയങ്കരമായ വിടുത്തില്ല. കാര്യം ഞാൻ നല്ല ഹെവി വിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്ക് വലിയ വിടുത്തൊന്നുമില്ല. പിന്നെ സീറ്റ് ഹെഡ് റെസ്റ്റ് നല്ല കംഫർട്ടബിളാണ്. നല്ല കംഫർട്ടബിളായുള്ള ഹെഡ് റെസ്റ്റാണ്. സംഭവം മൊത്തത്തിൽ കൊള്ളാം. ലെഗ് റൂം അടിപൊളിയായിട്ട്. ലെഗ് റൂമിനൊരു പഞ്ഞുമില്ല. ലെഗ് റൂമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കാല് വയ്ക്കാനൊക്കെ സൗകര്യമുണ്ട്. ഞാൻ ചെരുപ്പ് മേടിച്ചായിരുന്നു കേട്ടോ. കന്യാകുമാരിയിൽ ഇറങ്ങാൻ ആദ്യം പോയി ചെയ്ത് ചെരുപ്പ് മേടിക്കലായിരുന്നു. കാല് വയ്ക്കാനൊക്കെ സ്ഥലമുണ്ട്. പിന്നെ ഇതിനകത്തുള്ള എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ള ഏറ്റവും ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ബോട്ടിൽ ഹോൾഡറിൻ്റെ ലൊക്കേഷനാണ്. ഈ ലൊക്കേഷൻ കാരണം നമുക്ക് ചെരുപ്പ് അവിടെ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാല് വയ്ക്കാൻ പറ്റില്ല. പിന്നെ 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് വരുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ കാല് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ. ആ ബോട്ടിൽ ഹോൾഡർ പ്രോബ്ലി എവിടെയെങ്കിലും ആയിരിക്കണം. അല്ലെങ്കിൽ മറ്റേ തൂക്കിയിടുന്ന ടൈപ്പ് പോലെ ആവണമായിരുന്നു. ഇത് 3 ഇതാണ്. പിന്നെ ഇവിടെ നമ്മുടെ ട്രേ ടേബിളുണ്ട്. ട്രേ ടേബിൾ അത്യാവശ്യം നല്ല വിട്ടൊക്കെ ഉള്ള അത്യാവശ്യം നല്ല സൈസൊക്കെയുള്ള ട്രേ ടേബിളാണ്. ഇവിടെ മാഗസീൻ പൗച്ച് ഉണ്ട്. നല്ല കണ്ടീഷനിലാണ് ഇപ്പോൾ. കീറിയിട്ടൊന്നുമില്ല ആൾക്കാർ. ഈ സീറ്റ് എനിക്കൊന്ന് വന്ദേ ഭാരത് ഓരോ കമ്പനിയുടെ സീറ്റാണെന്ന് തോന്നുന്നു. കാര്യം ഈ സീറ്റുകൾക്ക് ഓരോ പ്രാവശ്യം വരുന്നതിൽ ഓരോ സീറ്റുകൾക്ക് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. ബട്ട് ഇൻ ജനറൽ ഇൻറ്റീരിയേഴ്സൊക്കെ സാധാരണ നമ്മൾ എല്ലാ വന്ദേ ഭാരതിലും കാണുന്ന പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇൻറ്റീരിയേഴ്സിൽ.
ഇവിടെയും റീഡിംഗ് ലാമ്പും മറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റീഡിംഗ് ലാമ്പുണ്ട്, അത് വർക്കിംഗ് ആണ്. പിന്നെ ഡോസ് ഓട്ടോമാറ്റിക് സെൻസറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സംഭവം മൊത്തത്തിൽ കളറാണ്. ഈ വണ്ടി സത്യം പറഞ്ഞ ഒരു റെവല്യൂഷനാണ്. കാര്യം നാഗർകോവിലിൽ നിന്ന് ചെന്നൈ എഗ്മോറിലേക്ക് ഒരു ദിവസം ഉച്ചയ്ക്ക് പുറപ്പെട്ട് രാത്രി ആകുമ്പോൾ ചെന്നൈ എഗ്മോർ എത്താൻ പറ്റും എന്നുള്ളത് തന്നെ ഒരു സത്യം പറഞ്ഞ ഒരു റെവല്യൂഷനാണ്. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന ട്രെയിനുകളെല്ലാം 10 മണിക്കൂറും 12 മണിക്കൂറും എടുത്തിരുന്നപ്പോൾ ഈ വണ്ടി 8 മണിക്കൂറും 40 മിനിറ്റുമാണ് നാഗർകോവിലിൽ നിന്നും ചെന്നൈ എഗ്മോർ വരെ എടുക്കുന്നത്. ഈ 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് ഇത് 727 കിലോമീറ്ററാണ് ഈ ട്രെയിൻ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വൻ റെവല്യൂഷനാണ്. രാവിലെ 5 മണിക്ക് ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 നാഗർകോവിലെത്തും. അതുപോലെ തിരിച്ച് 2:20 തിരിച്ച് പുറപ്പെട്ടിട്ട് രാത്രി 11 മണിക്ക് ഇവൻ അവിടെ തിരിച്ചെത്തും, ചെന്നൈക്ക് മുകളിൽ തിരിച്ചെത്തും. ഏകദേശം 83 km/h എൻ്റെ ആവറേജ് സ്പീഡ്. ഈ ട്രെയിനിൻ്റെ ഫെയർ പലപ്പോഴും പല വീഡിയോസിൽ ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ എന്തുകൊണ്ട് ഫെയർ പറയാറില്ല എന്നുള്ളത്. ഫെയർ ഒരു ഡൈനാമിക് കാര്യമായതുകൊണ്ട് ഞാൻ ഫെയർ പലപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാത്തത്. എന്തായാലും ഇതിൻ്റെ ഫെയർ എന്ന് പറയുന്നത് AC ചേർക്കാറില്ല. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതിന് 1735 രൂപയാണ് ഫെയർ. അതിൽ 338 രൂപ കാറ്ററിങ്ങിനാണ്. അതുപോലെ ട്രെയിനിൽ എക്സിക്യൂട്ടീവ് ക്ലാസ് ഉണ്ട്. എക്സിക്യൂട്ടീവ് ക്ലാസ്സിന് 3220 രൂപയാണ് ഫെയർ. അതിനകത്ത് 399 രൂപ കാറ്ററിങ്ങാണ്. എക്സിക്യൂട്ടീവ് ക്ലാസ്സിനും അതുപോലെ സാധാരണ നമ്മുടെ AC ചേർക്കാരനും കാറ്ററിങ്ങിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ചേർക്കാരന് ഡിന്നറിൻ്റെ കൂടെ ഒരു സൂപ്പും അതുപോലെ വൈകുന്നേരം സ്നാക്സിൻ്റെ കൂടെ ഡ്രൈ ഫ്രൂട്ട്സും കിട്ടും. വേറെ നമുക്ക് ഈ 2 കാര്യങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് 399 പകരം നമുക്ക് വെറും 338 രൂപയാണ് വരുന്നത്. നമുക്ക് ഈ 338 രൂപയ്ക്ക് ഈ ട്രെയിനിൽ അവർ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് പ്രകാരം ഈ ട്രെയിനിൽ നമുക്ക് ആദ്യം ചായയും ബിസ്ക്കറ്റും, അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ സ്നാക്സ് വിത്ത് ചായ, പിന്നെ ഡിന്നർ, അതിന് വീണ്ടും ചായയും ബിസ്ക്കറ്റും എന്നാണ് നമുക്ക് മെസ്സേജിൽ അയച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് എന്തൊക്കെ കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. തൊട്ടിപ്പുറത്ത് കിടക്കുന്നത് അന്ത്യോദയ എക്സ്പ്രസ് ആണ്. അന്ത്യോദയ എക്സ്പ്രസ് നിങ്ങൾക്കറിയാം. അന്ത്യോദയ എക്സ്പ്രസ് എന്ന് പറയുന്ന അൺറിസർവ്ഡ് ട്രെയിനാണ്. ഇവിടുന്ന് ഏകദേശം 3:30 പുറപ്പെട്ടിട്ട് നാളെ രാവിലെ താമ്പരത്ത് എത്തുന്ന ട്രെയിനാണ്. ഇതും ഈ 2 ട്രെയിനുകളും നമ്മുടെ റൂട്ടിന് ചെറിയ വ്യത്യാസമുണ്ട്. അന്ത്യോദയ എക്സ്പ്രസ് ട്രിച്ച് കഴിയുമ്പോൾ തഞ്ചാവൂർ, ചിദംബരം അങ്ങനെയാണ് പോകുന്നത്, മെയിൻ ലൈൻ വഴിയാണ് പോകുന്നത്. വേറെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇവിടം കഴിയുമ്പോൾ ട്രിച്ച് കഴിയുമ്പോൾ പിന്നെ കോഡ് ലൈൻ വഴി കയറിപ്പം. കോഡ് ലൈനാണ് ദൂരം കുറവ്, കോഡ് ലൈൻ വഴി കയറിപ്പോൾ. നമുക്കത് അതിൻ്റെ ടോയ്ലറ്റുകളൊക്കെ ഒന്ന് കണ്ടാലോ. അതിൻ്റെ ടോയ്ലറ്റ് ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റാണ്. വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റ് ഇപ്പോൾ ജസ്റ്റ് കഴുകി പോയിട്ടുള്ള വെള്ളമാണ് മൊത്തം. അതാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്. വൃത്തിയായിട്ട് ജസ്റ്റ് കഴുകി പോയിട്ടുള്ളവർ നല്ല ക്ലീനാണ്. എയർ ഫ്രഷ്നറും മറ്റും ഉണ്ട്. ഇവിടെ കുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളമാണ് കാര്യം, ജസ്റ്റ് ക്ലീൻ ചെയ്ത് പോയിട്ടുള്ളവർ. ഇപ്പുറത്തുള്ളതാണ് ഇന്ത്യൻ സ്റ്റൈല്. ഇന്ത്യൻ സ്റ്റൈലും വെള്ളമാണ് കാര്യം, ജസ്റ്റ് കഴുകി പോയിട്ടുള്ളൂ. ഇതും ക്ലീനാണ്. കുക്കും മറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ വാട്ടർ ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞു. 1/2 ലിറ്റർ വാട്ടർ ബോട്ടിൽ പതിവ് പോലെ. സമയം ഇപ്പോൾ 2:18 ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർട്ടർ ഇപ്പം റെഡാണ്. 2:20 പോകണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു 2 മിനിറ്റ് മുമ്പൊക്കെ സ്റ്റാർട്ടർ ആവാറുണ്ട്. ഇതൊരു സ്റ്റാർട്ടർ ആയിട്ടില്ല. സമയത്ത് തന്നെ പുറപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കറക്റ്റ് ഞാൻ പറഞ്ഞു തീർത്തതേ ഉള്ളൂ. ഇതാ സ്റ്റാർട്ടറായി, സ്റ്റാർട്ടർ ആംബറായി. അപ്പം അധികം താമസിച്ചാൽ ഡോറുകൾ ക്ലോസ് ആവും. അപ്പോൾ നമുക്ക് പുറപ്പെടാനുള്ള സമയം ആവാറായി. സമയം ഇപ്പോൾ 2:19 ഇതുവരെ ലൈറ്റ് മിന്നി തുടങ്ങിയിട്ടില്ല ഡോർ ക്ലോസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ആകേണ്ടതാണ് ഐഡിയലി. സ്റ്റാർട്ടർ ആയിട്ടുണ്ട്, ഡോർസ് ക്ലോസിംഗ് ആയി. അപ്പോൾ ഡോർ അടഞ്ഞു. അപ്പോൾ കൃത്യസമയമായ 2:20 നമ്മളിവിടുന്ന് പുറപ്പെടും. നമുക്ക് നമ്മുടെ സീറ്റിലോട്ട് പോകാം. വണ്ടി കാലിയാണ് ഇവിടുന്ന്. കണ്ടു, ഇവിടുന്ന് കാര്യമായിട്ട് യാത്രക്കാരൊന്നുമില്ല. ഇവിടുന്ന് വണ്ടി ഏറെക്കുറെ കാലിയാണ്. വണ്ടി പുറപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. കൃത്യസമയമായ 2:20 വണ്ടി പുറപ്പെട്ടിരിക്കുന്നു. കൃത്യസമയമായ 2:20 നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്നു. ഇതുവരെ ഐലൻഡ് എക്സ്പ്രസ് വന്ന് കയറിയിട്ടില്ല. ഞാൻ
നേരത്തെ പറഞ്ഞ പോലെ ഐലൻഡ് എക്സ്പ്രസ്സിന് വന്ന് ഈ ട്രെയിനോട് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഐലൻഡ് എക്സ്പ്രസ്സിന് ഇവിടുത്തെ അറൈവൽ ടൈം 1:50 ആണെന്നുണ്ടെങ്കിലും ഐലൻഡ് എക്സ്പ്രസ് ഇവിടെ എത്തുമ്പോൾ 2:20 കഴിയും. അതുകൊണ്ട് ഐലൻഡ് എക്സ്പ്രസ്സിന് വന്ന് വന്ദേ ഭാരതിലേക്ക് കണക്ട് ചെയ്ത് ചെന്നൈയിലേക്ക് പോകുമെന്ന് ആരും വിചാരിക്കേണ്ട. ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ട്രിച്ചി ഇൻ്റർസിറ്റി പിടിക്കുകയാണ്. ട്രിച്ചി ഇൻ്റർസിറ്റി പിടിച്ച് നേരെ തിരുനെൽവേലിയിൽ പോയി ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ആ കാണുന്ന പ്ലാറ്റ്ഫോം നമ്പർ 1A ആണ്. 1Aയിൽ കിടക്കുന്നത് നമ്മുടെ രാജ്യറാണി എക്സ്പ്രസിൻ്റെ റേക്കാണ്. ഇന്നതിന് മെയിൻ്റനൻസ് ഇല്ലാന്ന് തോന്നുന്നു. ഇന്ന് മെയിൻ്റനൻസ് ഇല്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നത്. ഈ രാവിലെ മുതൽ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. തിരുവനന്തപുരം സൈഡിൽ നിന്ന് ഇതുവരെ മറ്റവൻ വന്നിട്ട് പോലുമില്ല. ഐലൻഡ് എക്സ്പ്രസ് ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടോ നോക്കുമായിരുന്നു. അവനിതുവരെ എത്തിയിട്ട് പോലുമില്ല. അതുകൊണ്ട് ഐലൻഡ് എക്സ്പ്രസ് ഇതിനെ കണക്ട് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് മനസ്സിലായിക്കോളാം. മീൻമേൽ നമ്മുടെ 16 കാർ റേക്ക് ജസ്റ്റ് നാഗർകോവിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തോട്ടിറങ്ങി ജസ്റ്റ് പഴയാറിന് കുറുകെയുള്ള പാലം കിടക്കുന്നു. നിലവിൽ പുതിയ പാലങ്ങളൊന്നും കമ്മീഷൻ ചെയ്തിട്ടില്ല. ആ കാണുന്ന 2 പുതിയ, ഈ കാണുന്ന പുതിയ ഇതിനാണ് പുതിയ പാലങ്ങൾ. ഈ 2 പുതിയ പാലങ്ങൾ. പുതിയ പാലം ഇതുവരെ കമ്മീഷൻ ചെയ്തിട്ടില്ല. നമ്മളിപ്പോഴും പഴയ പാലത്തിന് മുകളിൽ കൂടെ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പോയിൻറ്റ്സ് കടന്ന് ക്ലിയറായി എന്ന് കണ്ടപ്പം പിടിച്ചു തുടങ്ങിയതാണ്. നമ്മളപ്പോൾ ഏകദേശം 106, 107 കൺസിസ്റ്റൻ്റ്ലി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ 83 kmph അതിന് ആവറേജ് സ്പീഡ് പിടിക്കണം എൻഡ് ടു എൻഡ്. അപ്പോൾ മാക്സിമം സ്ഥലങ്ങളിലും ഫുൾ സ്പീഡിൽ പോയേ പറ്റുള്ളൂ. നമ്മൾ നാഗർകോവിലിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ എന്താ ജസ്റ്റ് അരൽവായ്മൊഴി സ്റ്റേഷൻ പാസ്സായി. നമ്മുടെ വിൻമിൽസൊക്കെ കണ്ടു തുടങ്ങി. അപ്പോഴേക്കും ആദ്യത്തെ സാധനം വന്നു, സർവീസ് തുടങ്ങി. അപ്പോൾ അവരാദ്യം കൊണ്ടുവന്നത് ഓട്സിൻ്റെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്, പിന്നെ അതുപോലെ സൊസൈറ്റി ഡെയിലിയുടെ ചായ മസാല ഫ്ലേവർ ഇൻസ്റ്റൻറ്റ് പ്രീമിക്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സൊസൈറ്റിയുടെ പ്രോഡക്ട്സ് പൊതുവേ എനിക്കിഷ്ടമുള്ളതാണ്. ഇതിപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ സാധാരണ ഇതിൽ ഞാനൊരു കെമിക്കൽ കോക്ടെയിലാണ് വിളിക്കാറ്. ഇതൊരു കെമിക്കൽ കോക്ടെയിൽ ആണോ എന്നുള്ള നമുക്ക് നോക്കാം. അതിനകത്ത് ഷുഗർ ഉണ്ട്, മീഡിയം ഫാറ്റ് ഡയറി വൈറ്റ്നർ ഉണ്ട്, ഷുഗർ എമൾസിഫയേഴ്സ്, മാൾട്ടോഡെക്സ്ട്രിൻ, ഇൻസ്റ്റൻറ്റ് ടീ പൗഡർ, മിൽക്ക് സോളിഡ്സ്, മിക്സ് മസാല പൗഡർ 0.4% ഫ്ലേവേഴ്സ്, കണ്ടെയ്ൻസ് മിൽക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കെന്നാ പിന്നെ ചായ ഉണ്ടാക്കി കുടിച്ചാലോ? ചായ പൊടിയൊക്കെ കഴിഞ്ഞപ്പോൾ ആ പേപ്പർ ഉണ്ടെന്ന് കുറച്ച് നേരം പേപ്പർ ട്രിച്ച് എഡിഷൻ ടൈംസ് ഓഫ് ഇന്ത്യയാണ്. നിങ്ങൾ രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ ട്രിച്ചിലായിരിക്കും കയറ്റിയത്. മീൻമേൽ നമ്മുടെ റൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപ്പൻ വരവായിരുന്നു. നാരൽവായ്മൊഴിയൊക്കെ പറന്നടിച്ച് വന്നു. നമ്മൾ മേലപ്പാട് എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബിഫോർ ടൈം തിരുനെൽവേലിയിൽ പോയി കയറും.
താമരപരണി ആറിന് കുറുകളുടെ പാലം കടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുനെൽവേലി സ്റ്റേഷനിലേക്ക് കയറുകയായി. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് തിരുവനന്തപുരം ഡിവിഷനിൽ നിന്ന് മധുരൈ ഡിവിഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കാണാൻ കഴിയുന്നുണ്ടോയെന്ന് അറിയില്ല, ഗ്ലാസ്സിന് ലീക്കുണ്ട്. ഇതിന് കല്ലേറിയിട്ട് ഇവിടെ നിന്നൊരു പാടുണ്ട് പുറത്തുനിന്ന്. അതിനകത്ത് തണുപ്പ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ഫോഗിനെസ് ഉണ്ട് ഗ്ലാസ്സിന്. ഈ ഗ്ലാസ്സിന് വേണ്ടി തൊട്ടപ്പുറത്തെ ഗ്ലാസ്സിനാണുള്ളത്. അതിന് പിന്നെ ഇടയ്ക്ക് വേറൊരു ഗ്ലാസ് മൊത്തമായിട്ട് കവേർഡായിട്ടുണ്ട്. അതർവൈസ് വലിയ കുഴപ്പമില്ലാത്ത മെയിൻ്റനൻസ് ആണ്. അതെനിക്ക് തോന്നുന്നത് ചെന്നൈ സെൻട്രൽ ബേസൻ ബ്രിഡ്ജ് ജംഗ്ഷൻ കോച്ചിങ് ഡിപ്പോ ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് തിരുനെൽവേലി സ്റ്റേഷനിലോട്ട് കയറുന്നു. നമ്മൾ ജസ്റ്റ് തിരുനെൽവേലി ജംഗ്ഷനിലോട്ട് കയറുന്നു. ഏത് പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ വിചാരിച്ച പ്ലാറ്റ്ഫോം 1 ആയിരിക്കും എന്നാണ്, പക്ഷെ അല്ലാന്ന് തോന്നുന്നു. നല്ല മണം വരുന്നു. പരിപ്പോടെയാണ് നമ്മുടെ സ്നാക്ക്. പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്കല്ല, എന്തായാലും 3-ലേക്കാന്ന് തോന്നുന്നു. കാര്യം 1 ഇതാ കാണുന്നതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1. മൂന്നിലേക്കാണ് തോന്നുന്നു കയറുന്നത് കണ്ടിട്ട്. നമ്മൾ അത്യാവശ്യം ബിഫോർ ടൈമാണ്. ആ കിടക്കുന്നത് ദാദറിലേക്കുള്ള ചാലുക്യ എക്സ്പ്രസ് ആണ്. തിരുനെൽവേലി ദാദർ ചാലുക്യ എക്സ്പ്രസ്. വണ്ടി നിന്നിട്ടില്ല. അതിന് മുമ്പ് തന്നെ ദർവാസ ഖുൽ രഹേ ഹൈ എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നു. കുറച്ച് നേരമായിട്ട് ദർവാസ ഖുൽ രഹേ ഹൈ അനൗൺസ്മെൻറ്റ് ഉണ്ട്. ഈ വണ്ടിയിൽ കന്നഡ അനൗൺസ്മെൻറ്റ് എത്രയാണെന്ന് മനസ്സിലാവുന്നില്ല. അതിന് ഭുസാവലിൽ 22682 ആണ് ചാലുക്യയുടെ പവർ. പ്ലാറ്റ്ഫോം കഴിഞ്ഞ് പിന്നെ ഓടുകയാണത്. പിന്നെ ഈ ട്രെയിനിൻ്റെ തിരക്ക് മൊത്തം ഇവിടെ നിന്ന് കയറുന്നത്. ഒരുപാട് പേര് കയറാൻ കാത്തു നിൽക്കുന്നുണ്ട് വണ്ടി. ഇവിടുന്ന് കയറാനുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ. സമയം ഇപ്പോൾ 3:16 3:18 നമ്മളെടുത്ത ടൈം. നമ്മുടെ ഈ കോച്ചിലോട്ട് ഒരുപാട് പേരൊന്നും കയറാനുണ്ട്. നമ്മൾ ഏകദേശം 2 മിനിറ്റ് ബിഫോർ ടൈം വന്നിട്ടുണ്ട്. ഇവിടുന്ന് 3:20 നമ്മൾ പോവുക. അപ്പോൾ 3:18 കഴിയുമ്പോഴേക്കും ഡോർ ക്ലോസ് ആവും. ഈ കാണുന്നതാണ് തിരുനെൽവേലിയിലെ പിറ്റ് ലൈൻസ്. നമ്മുടെ പാലരുവി എക്സ്പ്രസ് ഇവിടെ ആയിരുന്നു പണ്ട്, ഇപ്പോൾ തൂത്തുക്കുടിയിലേക്ക് മാറി. നമ്മുടെ സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു. സ്റ്റാർട്ടർ ആംബറാണ്. അപ്പോൾ നമ്മൾ തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടാൻ ഡോർസ് ക്ലോസിങ് ആയി. ഡോർസ് അടയുന്നതിന് ഡോർ അടഞ്ഞു. സമയം 3:19 3:20 ഇവിടെ നിന്നുള്ള ഡിപ്പാർച്ചർ ടൈം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് എപ്പോഴും ഏകദേശം 1 മിനിറ്റ് മുമ്പ് ഡോർ ക്ലോസ് ആവും. അപ്പോൾ 3:20 ഡിപ്പാർച്ചർ ടൈമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ 3:19 കഴിയുമ്പോഴേക്കും തന്നെ ഡോർ അടയും. അതുകൊണ്ട് നേരത്തെ കയറാൻ ശ്രമിക്കുക. ഓഫ് കോഴ്സ് വഴിയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വണ്ടി വന്നിട്ട് കയറാൻ പറ്റില്ല. പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ കയറി
ഇരിക്കുക തന്നെ വേണം. അപ്പോൾ കൃത്യം 3:20 നമ്മൾ തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. തിരുനെൽവേലി ജംഗ്ഷൻ അലുവയ്ക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് തിരുനെൽവേലി അലുവ വളരെ വളരെ പ്രസിദ്ധമാണ്. നമ്മൾ ഇതുവഴി സാധാരണ ട്രെയിനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രെയിനിൽ അലുവ കച്ചവടക്കാർ വരും. അത്യാവശ്യം നല്ല അലുവയാണ് അവർ കച്ചവടം ചെയ്യുന്നത്. തിരുനെൽവേലി ടൗണിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ നല്ല നല്ല കടകളുണ്ട്. ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഒരു കടയെ പറ്റി ഞാൻ പറയുകയും ചെയ്തിരുന്നു. ഞാൻ പരസ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലാത്ത കടയുടെ പേര് ഞാൻ പറയുന്നില്ല. മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. തിരുനെൽവേലി സ്റ്റേഷന് പുറത്ത് തന്നെയാണ്, നല്ല അലുവയാണ് അവിടുത്തെ. ഈ കിടക്കുന്നത് തിരുനെൽവേലി ഷാലിമാർ സ്പെഷ്യൽ റേക്കാണ്. നമുക്ക് തിരിച്ച് നമ്മുടെ സീറ്റിലോട്ട് പോവാം. നമ്മുടെ കോച്ച് ഇപ്പോഴും കാലിയാണ്. നമ്മുടെ കോച്ചിൻ്റെ തിരക്ക് ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ കോ പാസഞ്ചർ ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ ഇപ്പോൾ കോവിൽപ്പട്ടി അല്ലെങ്കിൽ മധുരയിൽ നിന്നായിരിക്കും കയറുന്നത്. വണ്ടി ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ സൈഡിലുള്ളത് ആക്സിഡൻറ്റ് റിലീഫ് ട്രെയിനാണ്. റൈറ്റ് സൈഡിലുള്ള നേരത്തെ കാണിച്ച തിരുനെൽവേലി ഷാലിമാർ എക്സ്പ്രസിൻ്റെ റേക്കാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ ലാൻഡ് ലെവലിംഗ് നടക്കുന്നുണ്ട്. എനിക്കൊന്ന് ഷണ്ടിങ് ലൈനിൽ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഒരുപാടൊന്നുമില്ല, കുറച്ച് ലാൻഡുണ്ട്. ലെഫ്റ്റിലും കൂടി ലാൻഡ് ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഷണ്ടിങ് ലൈനിന് വലത്തെ വശത്തെ എൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ചിലപ്പം. കാര്യം എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, തിരുനെൽവേലിയിലത്തെ ഈ എക്സിറ്റ്, അതായത് ഹോം സിഗ്നലിനും തിരുനെൽവേലി പ്ലാറ്റ്ഫോമുകളുടെ ഇടയ്ക്ക് സിംഗിൾ ലൈനാണ്. അതൊരു കുപ്പിക്കഴുത്താണ്. അപ്പോൾ അതിനെപ്പറ്റി മുമ്പിലത്തെ 1-2 വീഡിയോസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, പഴയ കുറച്ച് വീഡിയോസിൽ. അതിൻ്റെ സൊല്യൂഷൻ കാണുകയാണെന്ന് തോന്നുന്നു അവിടെ ആ ലാൻഡ് ലെവലിൽ കണ്ടിട്ട്. ഇപ്പോൾ ഈ പുതിയതായിട്ട് തുടങ്ങുന്ന ഈ ട്രാക്ക് ഉണ്ടല്ലോ, ഈ ട്രാക്കാണ് ശരിക്കുള്ള ഡൗൺ ലൈന്. നമ്മൾ അപ്പ് ലൈനിൽ തന്നെയാണ്, നമുക്കിനി അപ്പ് ലൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അതാണ് ശരിക്കുള്ള ഡൗൺ ലൈൻ. ഇവിടുത്തെ പുതിയ പോയിൻറ്റ്സിനുള്ള ഇതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സ്ലീപ്പേഴ്സ് എന്തൊക്കെയോ വർക്ക് നടക്കുന്ന പോലെ ഉണ്ട് കണ്ടിട്ട്. ഇതിപ്പോൾ ഈ കാണുന്ന ഈ സിഗ്നലാണ് തിരുനെൽവേലി ഹോം സിഗ്നൽ, ഡൗൺ ലൈനിലെ ഹോം സിഗ്നൽ. ആക്സിലറേറ്റ് ചെയ്ത് തുടങ്ങി, മോട്ടോർ സൗണ്ട് കേൾക്കാം. നമ്മൾ ജസ്റ്റ് വാഞ്ചി മണിയാച്ചിയിലേക്ക് എത്തുന്നു. അപ്പോൾ ഒന്ന് വാഞ്ചി മണിയാച്ചി കോഡ് ലൈനാണ്. അപ്പുറത്തുനിന്ന് വരുന്നത് തൂത്തുക്കുടിയിൽ നിന്ന് വരുന്ന ലൈനും. വാഞ്ചി മണിയാച്ചിയിൽ നമുക്ക് സ്റ്റോപ്പില്ല, റൺ ത്രൂ ആണ്.
ചായ വന്നിട്ടുണ്ട്. ഈവനിങ് ചായക്ക് വന്നിരിക്കുന്നത് ലൈറ്റ് ചിവട. ഇതിപ്പോൾ പതിവുള്ള സംഭവം തന്നെയാണ്. ലൈറ്റ് ചിവട ഉണ്ട്. പിന്നെ ഒരു പീനട്ട് ബാർ വന്നിട്ടുണ്ട്. രാജാറാം ചെന്നൈ എന്നുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഒരു വട വന്നിട്ടുണ്ട്. പരിപ്പോടയാണ് ഞാൻ പറഞ്ഞത്. പരിപ്പോട ആയിരിക്കുന്നത്. പരിപ്പോട വന്നിട്ടുണ്ട്. പിന്നെ പരിപ്പോടയൊക്കെ കൂട്ടി കഴിക്കാൻ കെച്ചപ്പുണ്ട്. പിന്നെ ഇത് മറ്റേ ചായക്കുള്ള വടി. പിന്നെ ചായ ഉണ്ടാക്കാനുള്ള പ്രീമിക്സ് ഉണ്ട്. പിന്നെ ബി നാച്ചുറലിലൊരു മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസും വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈവനിങ് സ്നാക്സായിട്ട് നമ്മുടെ ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെ സ്നാക്സ് കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ കോവിൽപ്പട്ടിയിലേക്ക് എത്താണ്. സത്യം പറഞ്ഞാൽ വന്ദേ ഭാരതൊക്കെ പോലത്തെ ട്രെയിനുകളിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ പരിപ്പോടയ്ക്ക് വരാൻ കീരവട തരണമായിരുന്നു. അതുപോലെ കപ്പലണ്ടി മിഠായി അത് നല്ല കോവിൽപ്പട്ടി ചിക്കി തരണമായിരുന്നു. കോവിൽപ്പട്ടി കപ്പലണ്ടി മിഠായി തരണമായിരുന്നു. അതുപോലെ അവർ മിക്സ്ചർ ബിക്കാജിയുടെ ലൈറ്റ്സ് ഇവിടെ തരുന്നതിന് വരും നല്ല തമിഴ്നാട് സ്റ്റൈൽ മിക്സ്ചർ തരണമായിരുന്നു. അങ്ങനെ കുറച്ചും കൂടി ഒരു ലോക്കൽ ഫ്ലേവർ വേണമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഈ ഫുഡെല്ലാം ഒരേ നോർത്ത് ഇന്ത്യൻ സ്റ്റാൻഡർഡൈസ്ഡ് സ്റ്റൈൽ ഫുഡ് സത്യം പറഞ്ഞാൽ വളരെ ബോറായിട്ട് തോന്നുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിൽ പൊതുവേ അവർ മറ്റേ ചങ്ങലയ്ക്ക് പകരം തന്നിക്കുന്ന സാധനമാണ് ETBU, എമർജൻസി ടോപ്പാക്ക് യൂണിറ്റ്. നമുക്കിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാർഡിനോട് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ക്രൂവിനോട് നമുക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ സഹായിക്കും. ഇത് കൂടാതെ എമർജൻസി ഡോർ ബട്ടൺസ്, എമർജൻസി ബട്ടൺസ് ഒക്കെ വേറെ ഉണ്ട്. പക്ഷേ ETBU ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സൗകര്യം. സത്യം പറഞ്ഞാൽ എല്ലാ ട്രെയിനുകളിലും ETBU പ്രൊവൈഡ് ചെയ്യണം. കാരണം അനാവശ്യമായിട്ട് ചങ്ങല വലിക്കുന്നതൊക്കെ നമുക്ക് ഈ ETBU വഴി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് കോവിൽപ്പട്ടി സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുന്നതാണ്. ജസ്റ്റ് കോവിൽപ്പട്ടി സ്റ്റേഷനിലേക്ക് കയറി ഈ ട്രെയിന് കോവിൽപ്പട്ടിയിൽ സ്റ്റോപ്പ് കൊടുത്തപ്പോൾ അവർ വിരുദനഗറിൽ സ്റ്റോപ്പ് കൊടുത്തില്ല. അപ്പോൾ വേറെ തിരുനെൽവേലി വന്ദേ ഭാരത്, മറ്റേ തിരുനെൽവേലി ചെന്നൈക്കുമ്പോൾ വന്ദേ ഭാരതിന് കോവിൽപ്പട്ടി സ്റ്റോപ്പില്ല, പകരം അതിന് വിരുദനഗറിലാണ് സ്റ്റോപ്പുള്ളത്. ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് തൂത്തുക്കുടിയിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്ദേ ഭാരത് വേണമെന്ന് പറഞ്ഞൊരു പുതിയ ഡിമാൻഡ് വന്നിട്ടുണ്ട്. അത് എത്രത്തോളം നടപടിയാവുന്ന കേസാണെന്ന് എനിക്കറിയില്ല. കാര്യം രാവിലെ ടുവേർഡ്സ് ചെന്നൈ ലൈനായിട്ടപ്പോൾ വണ്ടികളാവും. വണ്ടി ഇപ്പോൾ ഏകദേശം 9 മിനിറ്റ് ലേറ്റാണ്. അതുകൊണ്ട് ജസ്റ്റ് ഡോറ് തുറന്ന് ആൾക്കാർ കയറി നമ്മൾ പോകുന്നുണ്ട്. ഞാൻ ഉള്ളിലോട്ട് പങ്ക് നിൽക്കുകയാണ്, പുറത്തിറങ്ങുന്നില്ല. ഇവിടെ സ്റ്റാർട്ടർ ഓൾറെഡി പച്ചയാണ്. അപ്പോൾ ജസ്റ്റ് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് ആവശ്യമുള്ളൂ. ഓൾറെഡി പച്ചകത്ത് കിടക്കുകയാണ് സ്റ്റാർട്ടർ. നമുക്ക് പുറപ്പെടാനുള്ള സമയമായി. ഡോർ അടയായി. അപ്പോൾ ഡോർ അടഞ്ഞു. വണ്ടി ലേറ്റാണ്. ഇവിടെ 4 മണിക്ക് പോകേണ്ടതായിരുന്നു. ഇപ്പോൾ 4:11 4 മണിയായിരുന്നു ഇവിടുത്തെ ടൈം. ഇപ്പോൾ 4:11 കഴിഞ്ഞു. 11 മിനിറ്റ് ലേറ്റാണ്. മറ്റേ ഈ ഫ്രൂട്ടി പോലത്തെ വലിയൊരു ബോട്ടിൽ ഇപ്പം കൊണ്ടുവരും. ഇത് നൈറ്റ് ഡിന്നറുണ്ട്. കേൾക്കാമോ? അപ്പോൾ അങ്ങനെ നമ്മൾ കോവിൽപ്പട്ടിയിൽ നിന്ന് പുറപ്പെട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് മധുരയിലാണ്. ഇനി ഇടയ്ക്ക് വേറെ സ്റ്റോപ്പൊന്നുമില്ല. മറ്റുള്ള വണ്ടികളെല്ലാം ഈ വണ്ടിയിലേക്ക് കേരളത്തിൽ ഉടനെ കൊടുത്തില്ല. മനഃപൂർവ്വം കൊടുക്കില്ല. ഒരു രക്ഷയില്ലാത്ത പെടയാട്ടോ. എന്താ പോക്കെന്നറിയോ? നമ്മൾ ആ സ്റ്റോപ്പുകളുടെ ഇടയ്ക്ക് നമ്മൾ 106, 107, 108 അങ്ങനെ ഒരു 108, 109, 108, 109 എന്നുള്ളൊരു സ്പീഡ് കൺസിസ്റ്റൻ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 110 പിടിക്കുന്നില്ല. 108, 109 ഒക്കെയാണ് മാക്സിമം കണ്ടത്. ഇത്രയും സ്പീഡ് കൺസിസ്റ്റൻ്റ്ലി പിടിക്കുകയാണ്. ഇടയ്ക്ക് 1-2 സ്ഥലത്ത് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നതാണ് ഒന്ന് ഡിലേ ആക്കിയത്. കോവിൽപ്പട്ടിക്ക് മുമ്പ് ഒരു കുറച്ച് ദൂരം സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ കോവിൽപ്പട്ടിയിലെത്തുമ്പോൾ 11 മിനിറ്റ് ലേറ്റ് ആയിരുന്നു.
നമ്മളിപ്പോൾ ജസ്റ്റ് ബിരുദനഗർ പാസ് ചെയ്യാറായി. ബിരുദനഗർ എത്തിപ്പോകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് 2 ട്രെയിനുകൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയായിരുന്നു. അത് നമ്മൾ ഈ എന്താ പറയുന്നത് സഡനായിട്ട് മറ്റേ ട്രെയിനിൽ നമ്മുടെ ഡോറിൽ നിൽക്കുന്ന നമ്മൾ സിഗ്നലൊക്കെ ശ്രദ്ധിക്കുന്നില്ല. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല ക്രോസിംഗ് ഉള്ളത്. അങ്ങനെ ഇതുവരെ ഉണ്ടായിരുന്ന ക്രോസിംഗ് ഒക്കെ മിസ്സായി. പ്ലാറ്റ്ഫോമിൽ കൂടെ 108 പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ 106 107 പോകുന്നത്. അടിപൊളി പോക്കായിരുന്നു. എൻ്റെ അമ്മ സൂപ്പർ പോക്കായിരുന്നു. അപ്പോൾ ജസ്റ്റ് ബിരുദനഗർ കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് മുന്നിൽ റൈറ്റ് സൈഡിലോട്ടൊരു ട്രാക്ക് പോകും. അത് നമ്മുടെ മാനാമധുരയിലോട്ട് പോയ ട്രാക്കാണ്. ഇതല്ല, അതിപ്പോൾ യാർഡിലോട്ട് പോയ ട്രാക്ക്. ഇനി കുറച്ചും കൂടെ മുന്നോട്ട് കഴിഞ്ഞാൽ റൈറ്റിലോട്ട് മാനാമധുര ട്രാക്ക്. ഈ റൈറ്റിലോട്ട് പോകുന്നതാണ് മാനാമധുരയ്ക്ക് പോകുന്ന ട്രാക്ക്. ഈ റൂട്ടിൽ ഇൻ ജനറൽ റൈഡ് ക്വാളിറ്റി ഇത്തിരി മോശം തോന്നുന്നു. നല്ലോണം ഓസിലേഷൻസ് ഉണ്ടായിരുന്നു ഇതുവരെ. ഇപ്പോഴാണ് ഒന്ന് കുറഞ്ഞത്. ഇപ്പോൾ സ്പീഡ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ മധുര എത്താൻ പോകുന്നത് തിരുപ്പരംകുன்றെത്തി. നമ്മളിത് ജസ്റ്റ് മധുരയുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 കയറുകയാണ്. ഇതാ വരുന്നത് രാമേശ്വരം ലൈനാണ്. രാമേശ്വരം ലൈനിൽ പാമ്പൻ പാലത്തിൻ്റെ പണി കഴിഞ്ഞെങ്കിലും ട്രാക്ക് ഇതൊരു ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആയിട്ട് നമ്മളൊരു ട്രിപ്പ് അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. VIP സൈഡിങ്ങിൽ എന്താണ് ഒരു സ്ലീപ്പർ കോച്ച് കിടക്കുന്നത്. ജസ്റ്റ് മധുരൈ ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് കയറുന്നു. ഇവിടെയും അത്യാവശ്യം ആൾക്കാർ കയറാനുണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് വലിയ തിരക്കുള്ള പോലെ തോന്നുന്നില്ല ഇവിടുന്ന്. ഏകദേശം 6 മിനിറ്റിന് മേലെ ലേറ്റാണ് ഇപ്പോഴും.
Doors open on right side. അങ്ങനെ മധുരയിലെത്തി. അത്യാവശ്യം ആൾക്കാർ കയറാനുണ്ട് കേട്ടോ. ഫ്രണ്ട് ഡോർ വഴി നല്ലോണം ആൾ കയറുന്നുണ്ട്. നമ്മുടെ ഡോറിൽ അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. മറ്റേ കോച്ചുകളോടും നന്നായിട്ട് തന്നെ ആൾ കയറുന്നുണ്ട്. ഇപ്പോൾ സമയം 5:09. 5:03 ഇവിടെ വന്നിട്ട് 5:07 ഇവിടുന്ന് പോകേണ്ടതായിരുന്നു. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ട് നമുക്ക്. പക്ഷെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടറുമൊക്കെ ആവുമെന്ന് തോന്നുന്നു. കാര്യം അങ്ങേറ്റത്ത് ഒരു ആംബർ സിഗ്നൽ കാണാനുണ്ട്. നമ്മുടെ അഡ്വാൻസ് സ്റ്റാർട്ടറാണോ അറിയില്ല. ട്രിച്ചി ഇൻ്റർസിറ്റി, തിരുവനന്തപുരം ട്രിച്ചി ഇൻ്റർസിറ്റി ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. ഈ കിടക്കുന്ന ട്രിച്ചി തിരുവനന്തപുരം ഇൻ്റർസിറ്റി, തിരുവനന്തപുരം ട്രിച്ചി ഇൻ്റർസിറ്റിയാണ്. അതിൻ്റെ മധുര വെച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്യണം. നമ്മുടെ സ്റ്റാർട്ടറായി ആംബർ കാണാം. ഉടനെ ഡോറടയപ്പോൾ ഡോറടയായി നമ്മൾ പുറപ്പെടായപ്പോൾ സമയം 5:12. ഏകദേശം 7 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ ഇതായിരുന്നു ഇൻ്റർസിറ്റി എക്സ്പ്രസ്. ഞാൻ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്നവർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഇവിടെ തിരുനെൽവേലിയിൽ നിന്ന് വന്ദേ ഭാരതിൽ കയറുക. മധുര വന്ന് കയറാൻ നിൽക്കല്ലേ, തിരുനെൽവേലിയിൽ വന്നിട്ട് വന്ദേ ഭാരതിൽ കയറുക. അപ്പോൾ കറക്റ്റായിരിക്കും. ഇതായിരുന്നു ഇൻ്റർസിറ്റി എക്സ്പ്രസ്. ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഇന്നും പതിവ് പോലെ POH വന്ന് കോച്ചുണ്ട് പറഞ്ഞിട്ട്. 2288 ആയിരുന്നു ലോക്കോ. മധുരൈ ദിണ്ടുഗൽ പാസഞ്ചറാണ് 22671 കിടക്കുന്നത്. അങ്ങനെ മധുരൈ ജംഗ്ഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കീപ്പ് റൈറ്റ് ആണ് ഓപ്പറേഷൻസ് എന്നുള്ളത് അറിയാമല്ലോ. നമ്മളിപ്പോൾ കീപ്പ് റൈറ്റ് വെച്ച് നമ്മളിവിടുന്ന് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അങ്ങനെ വൈകൈനദിക്ക് കുറുകെയുള്ള പാലത്തിലേക്ക് നമ്മൾ കയറി വീണ്ടും സ്പീഡ് പിടിച്ചു. വന്ദേ ഭാരതിലും പവർ കട്ടാണെന്ന് തോന്നുന്നു. ന്യൂട്രൽ സെക്ഷൻ പാസ് ചെയ്താന്ന് തോന്നുന്നു. ലൈറ്റൊക്കെ ഓഫായി. ലൈറ്റ്സ് മാത്രം ഓഫായല്ലോ. ഡോറൊക്കെ വർക്കിംഗ് ആണ്. എന്താ സംഭവം അറിയില്ല. ഗുരുവായൂർ എക്സ്പ്രസ് ആയിരുന്നു. ചെന്നൈ കുമാർ ഗുരുവായൂർ എക്സ്പ്രസ്. ഡിണ്ടുഗലിന് മുമ്പുള്ള മലയൊക്കെയുള്ള പ്രദേശത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 50 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ തോന്നുന്നു. കാരണം കുറച്ച് നേരം 50 km/h പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഡിണ്ടുഗൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഡിണ്ടുഗലിലോട്ട് എത്തുന്നൊരു അനൗൺസ്മെൻറ്റ് വന്നു. ഫുള്ളല്ല, കുറച്ച് സീറ്റ് അവിടെ ഇവിടെയൊക്കെ കാലിയുണ്ട്. എന്നാൽ മൊത്തത്തിൽ കാലിയല്ല.
അപ്പുറത്തെ കോച്ച് കണ്ടിട്ട് അതുപോലെ തന്നെ ഫുള്ള് വല്ല എന്നാൽ മൊത്തത്തിൽ കാലിയുമല്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് സീറ്റുകൾ കാലിയുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഡിണ്ടിഗൽ സ്റ്റേഷനിലോട്ട് കയറാൻ പോകുന്നു. ഡിണ്ടിഗൽ സ്റ്റേഷനിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഡിണ്ടിഗൽ സ്റ്റേഷനിലോട്ട് കയറുന്നു. നമ്മൾ മിക്കവാറും പ്ലാറ്റ്ഫോം 3 തന്നെ ആയിരിക്കും. 3ലാണ് സാധാരണഗതിയിൽ ട്രിച്ചി സൈഡ് ട്രെയിനുകളൊക്കെ നിർത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്ക് കയറ്റിയിരിക്കുന്നത്. അങ്ങേറ്റത്തൊരു പുതുപുത്തൻ AC 3 ടയർ കോച്ചുകളുടെ ഒരു റേക്ക് കിടക്കുന്നുണ്ട്. AC 3 ടയറിൻ്റെ സ്ലീപ്പറുണ്ട്. പുതുപുത്തൻ റേക്കാണ്. എനിക്കൊന്ന് ICF-ൽ നിന്ന് അലോട്ട്മെൻറ്റായി വന്ന റേക്ക് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുന്നു തോന്നുന്നു. അതിലൊരു നോൺ AC ചെയർക്കാർ കോച്ചൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കൂടെ ഏതോ ഒരു വാപ്പ് 4 ഹോളിൻ്റെ ട്രെയിനും കയറി വരുന്നുണ്ട്. കാരണം കോയമ്പത്തൂർ പഴനി എക്സ്പ്രസ് ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ 5:48 വരുന്നതായിരുന്നു. ഇപ്പോൾ 5:56 പറയുമ്പോൾ 8 മിനിറ്റ് ലേറ്റാണ്. ഇറങ്ങി നിൽക്കാം. ഓൾറെഡി സിഗ്നൽ പച്ചയാണ്. വണ്ടി നിർത്തിയപ്പോൾ തന്നെ സിഗ്നൽ പച്ചയായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിർത്തുന്നു വിടുന്നു എന്നേ ഉള്ളൂ. ഒരുപാട് പേരൊന്നും കയറാനില്ലാണ്ടായിരുന്നില്ല. കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. ആൾക്കാരൊക്കെ കയറി കഴിഞ്ഞു. അപ്പോൾ ഡോർ അടഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വിടുക. സമയം ഇപ്പോൾ 5:57. നമ്മൾ 7 മിനിറ്റ് ലേറ്റാണ്. അറ്റത്തും ഏതോ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. അതൊരു വാപ്പ് 4 ആണ്. അത് മിക്കവാറും തിരുച്ചെന്തൂർ വല്ലതായിരിക്കും. തിരുച്ചെന്തൂർ പാലക്കാടാവാൻ സാധ്യതയുണ്ട്. എടുക്കുന്നതിന് സ്പീഡിലാണ്. അടിപൊളി. മെയിൻലൈൻ ഡിപ്പാർച്ചറാണ്. അത് അതിൻ്റെ ആ ഒരു എഫക്റ്റ് കാണാനുണ്ട്. നമ്മളങ്ങനെ ട്രിച്ചിയിലേക്ക് എത്തിയിരിക്കണം. அவங்க 2 பேர். ஒரு ஆள் இறங்குறேன். அவங்க 2 பேர் போகிறாங்க. அப்படியே வந்துருங்க. அப்படியே ரன்னிங்லேயே வந்துருங்க. பார்த்துருக்கீங்களா? உங்களுக்கு கிளாஸ் ஆகிடுச்சானே? அங்கேயா பார்த்துட்டேன். பார்த்துட்டேன். അപ്പോൾ നമ്മളങ്ങനെ ട്രിച്ചിയിലെത്തി. அப்படியே உங்களுக்கு 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 லெஃப்ட்
നമ്മൾ ലെഫ്റ്റ് അങ്ങനെ നമ്മൾ ട്രിച്ചിയിലെത്തി. സമയം ഇപ്പോൾ 6:59. ഇവിടെ 6:40 എത്തേണ്ടായിരുന്നു. 6:45 വരേണ്ടായിരുന്നു. 6:45 ഇവിടെ വരേണ്ട വണ്ടിയായിരുന്നു. 6:59 ഇവിടെ വന്നത്. ഇവിടെ വീണ്ടും ക്രൂ ചേഞ്ച് ഉണ്ട്. അവിടെ ക്രൂ ബോക്സ് മാറ്റാം. മധുരയിലൊന്ന് മാറിയായിരുന്നു. ഇവിടുന്ന് വീണ്ടും മാറുന്നുണ്ട്. ഇവിടെ ക്രൂ ചേഞ്ച് ചെയ്യുന്നത് കാണാം. നമ്മളെ സ്റ്റാർട്ടർ ഇതുവരെ ആയിട്ടില്ല. എന്നാലും നമുക്കൊന്ന് കയറി നിന്നേക്കാം. സ്റ്റാർട്ടറായി കഴിഞ്ഞു. സ്റ്റാർട്ടറായി. റൈറ്റിലോട്ട് റൂട്ട് ഇൻഡിക്കേറ്ററും സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം പ്ലാറ്റ്ഫോം 1-ലാണല്ലോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി ഗോൾഡൻ റോക്ക് സൈഡിലൂടെ നമ്മൾ തിരിയണം. നമ്മൾ ഡോർ റിപ്പോർട്ടറിനെ അടയും എന്ന് വിചാരിക്കുന്നു. ഫൈനലി വാതിൽ അടഞ്ഞു. സമയം ഇപ്പോൾ 7:03. 7:03 എന്ന് പറയുമ്പോൾ 13 മിനിറ്റ് ലേറ്റാണ്. ഇത് നമ്മൾ ടൈം മേക്കപ്പ് ചെയ്യാൻ വലിയ സ്കോപ്പൊന്നുമില്ല. കാരണം വണ്ടി അല്ലെങ്കിൽ തന്നെ വണ്ടി കറക്റ്റ് 108 109 പിടിച്ച് ഓടുന്നുണ്ട്. കറക്റ്റ് ടൈറ്റായിട്ടാണ് ഷെഡ്യൂൾ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എൻഡിങ് പോയിന്റിലുള്ള ബഫർ ഓയിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ടൈം മേക്കപ്പ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഡിലേ ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രിച്ചിയിൽ നിന്ന് പുറപ്പെട്ടു. നമ്മൾ ഡിന്നർ അവർ ഡിണ്ടിഗലിൽ നിന്ന് ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഡിണ്ടിഗൽ വിട്ടപ്പോൾ ഫുഡ് കോച്ചുകളിലൊക്കെ കൊണ്ടുപോയി ഓവനിലോട്ടൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഡിണ്ടിഗലിൽ നിന്ന് ഡിന്നർ ലോഡ് ചെയ്തു. നമ്മൾ ട്രിച്ച് വിട്ട് അധികം താമസിച്ച ഡിന്നർ അവർ സെർവ് ചെയ്യുമെന്ന് തോന്നുന്നു. കാര്യം അടുത്ത സ്റ്റോപ്പ് നമുക്കിനി ഓൾമോസ്റ്റ് 2 മണിക്കൂർ 1.5 മണിക്കൂറിന് മേലെ ഓടി കഴിഞ്ഞിട്ട് 8:45 വിഴുപ്പുറത്താണ് നമുക്കിനി അടുത്ത സ്റ്റോപ്പുള്ളത്. അതുവരെ നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല. നമ്മളങ്ങനെ ട്രിച്ചിൽ നിന്ന് പുറപ്പെട്ടു. നമുക്ക് തന്നെ വീണ്ടും ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ രാത്രിയാണ് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. നമുക്കിനി നമ്മുടെ ഡിന്നർ കാണാം. അതുപോലെ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ വിഴുപ്പുറം സ്റ്റേഷൻ കാണിക്കാൻ പറ്റുന്നത് കാണിക്കാം. അതുപോലെ താമ്പരം കാണിക്കാൻ പറ്റുന്ന പോലെ കാണിച്ചു തരാം. ഫുഡ് സെർവ് ചെയ്യാൻ പോകുന്നു. കാര്യം നല്ല മണം വരുന്നുണ്ട് ഇവിടെ വന്നിട്ട്. തൊട്ടപ്പുറത്ത് കോച്ചിൻ്റെ ഹോട്ട് കേസിൽ നിന്നുള്ള സ്മെല്ലാണ് വരുന്നത്. ഈ ഹോട്ട് കേസുകൾക്കുള്ളിലാണ് ഭക്ഷണം വെച്ചിരിക്കുന്നത്. ഭക്ഷണം അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ട്രേയിലോട് ഫുഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുനിന്ന് ഫുഡ് എടുത്താണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ താഴെ തന്നെ ഒരു ഡീപ്പ് ഫ്രീസർ കമ്പാർട്ട്മെൻറ്റും കൂളറും മറ്റും ഉണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് എടുത്താണ് ഫുഡ് ട്രേയിലോട്ടാക്കി സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്ത് ഇതിനകത്ത് കൊണ്ട് സെർവ് ചെയ്യും. അപ്പോൾ ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡിന്നർ വന്നു. ഞാൻ നേരത്തെ പോലെ തന്നെ ഡിണ്ടുകളിൽ നിന്ന് ഫുഡ് ക്ലാസ് DG അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ട്. ഡിന്നറായിട്ട് പതിവ് പോലെ റൈസുണ്ട്, ഒരു ദാളുണ്ട്, വെജ് ഡിഷുണ്ട്, ഇത് ഡ്രൈ വെജിറ്റബിളാണ്, പിക്കിളുണ്ട്, ഇത് ചപ്പാത്തി പൂരി എന്തോ ഒന്നാണ്, അതുപോലെ തൈരുണ്ട്, സ്പൂണുണ്ട്. നമുക്ക് പെട്ടെന്ന് തുറന്ന് നോക്കാം. എനിക്ക് നല്ല വിശപ്പായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തുറന്ന് നോക്കിയിട്ട് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നറിന് വന്നിരിക്കുന്നത്. ഫോർ എ ചേഞ്ച് ഇന്ന് പനീറല്ല, സോയ കറിയാണ്. സോയയും പട്ടാണിയും കൊണ്ടുള്ളൊരു കറിയാണ്. ഇത് പടവലങ്ങ കൊണ്ടുള്ളൊരു മെഴുക്കുവരട്ടി. പിന്നെ ഇതൊരു പരിപ്പ് കറി. സാമ്പാറിൻ്റെയൊക്കെ പോലെ മണമുണ്ട്. പരിപ്പാണോ സാമ്പാറിനോ വെച്ചാൽ അതിലൊരു ജീര റൈസ് ഉണ്ടെന്നു. പിന്നെ ചപ്പാത്തി ഉണ്ട്, 2 ചപ്പാത്തി ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് പിക്കിളുണ്ട്, തൈരുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഡിന്നറിൽ വന്നിരിക്കുന്നത്. ഇത് മറ്റേ മെഷീനിലിട്ടുണ്ടാക്കുന്ന ചപ്പാത്തി തോന്നുന്നു. കാരണം 2 ലെയറുടെ പൊടിഞ്ഞ് വരുന്നുണ്ട്. കറിയിൽ കുറച്ച് മസാല കൂടുതലാണ്. നല്ല ഹൈ ആയിട്ട് കറി മസാല ഉണ്ട്. പതിവ് പോലെ അമൂലിൻ്റെ വാനില ഐസ്ക്രീം തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ട്രെയിനിൽ വാനില അല്ലാണ്ട് വേറൊരു ഫ്ലേവർ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇടണേ. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് എപ്പോഴും കിട്ടുന്നത് വാനില തന്നെയാണ്. ഒരുവിധം എല്ലാ പ്രാവശ്യം അമൂൽ. എനിക്കൊന്ന് ഒരു പ്രാവശ്യം നമ്മുടെ കേരളത്തിലെ വന്ദേ ഭാരത്തിൽ മിൽമ കിട്ടിയിട്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അമൂൽ തന്നെ എപ്പോഴും കിട്ടുന്നത്. ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡാണ്. ഇത് 108 109 പെർസിസ്റ്റൻ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ട്. റൈഡ് ക്വാളിറ്റി അത്യാവശ്യം മോശമാണ്. റൈഡ് ക്വാളിറ്റി ചില സ്ഥലത്തൊക്കെ നല്ല ഓസിലേഷൻസ് ഉണ്ട്. കോച്ചിൻ്റെ ആണോ ട്രാക്കിൻ്റെ ആണോ അറിയില്ല. റൈഡ് ക്വാളിറ്റി അത്ര നല്ലതല്ല, അത്ര സോഫ്റ്റ് അല്ല. എന്നിരുന്നാലും ഓവറോൾ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. 108 109 ഇങ്ങനെ വെച്ച് പോകുന്നുണ്ട്.
അപ്പം അങ്ങനെ നമ്മൾ വിഴുപ്പുരം സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മൾ വിഴുപ്പുരം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റാർട്ടർ ഓൾറെഡി മഞ്ഞയാണ്. അപ്പോൾ വേഗം പോകും. ഇപ്പോൾ സമയം 9:04. വണ്ടി കുറച്ച് ലേറ്റാണ്. എത്ര മിനിറ്റ് ലേറ്റാണെന്നുള്ളത് നോക്കിയിട്ടില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഈ ട്രെയിന് തുടങ്ങിയ തിരുവനന്തപുരം ഡിവിഷനിലായിരുന്നു. അത് കഴിഞ്ഞ് മധുര ഡിവിഷനിൽ കയറി. നമ്മളിപ്പോഴും ട്രിച്ചി ഡിവിഷനിലാണ്. നമ്മുടെ ട്രിച്ചി സ്റ്റേഷൻ മുതൽ ട്രിച്ചി ഡിവിഷനിലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ അഡ്വാൻസ് സ്റ്റാർട്ടർ ഒരു ട്രിച്ചി ഡിവിഷനാണ്. വിഴുപ്പുരം കഴിഞ്ഞാണ് നമ്മൾ ചെന്നൈ ഡിവിഷനിലേക്ക് കയറും. ചെന്നൈ ഡിവിഷനിലാണ് നമ്മുടെ യാത്ര അവസാനിക്കുക. നമ്മൾ 4 ഡിവിഷൻ വഴി കടന്നാണ് ഈ യാത്ര നമ്മൾ പോകുന്നത്. ഡോറടയിൽ നിന്ന് വായു വന്നു. നമ്മൾ പുറപ്പെടുകയായി. സമയം 9:06. ಬಾಗಿಲುಗಳು ಮುಚ್ಚುತ್ತಿವೆ. 9:06 എന്ന് പറയുമ്പോൾ 11 മിനിറ്റ് ലേറ്റ്. ഇതൊരു ലൂപ്പ് ലൈൻ ഡിപ്പാർച്ചർ ആയതുകൊണ്ട് പതുക്കെ ഡിപ്പാർട്ട് ചെയ്യുള്ളൂ. ലൂപ്പ് ലൈനാണ്, മെയിൻ ലൈൻ അല്ല. അതുകൊണ്ട് പതുക്കെ ഇറങ്ങി പോയിന്റ്സ് കടന്നു പോകണമല്ലോ മെയിൻ ലൈനിലൂടെ പറയാം. ട്രെയിൻ അങ്ങനെ കാലിയായിട്ടൊന്നും ഇല്ല കേട്ടോ. എപ്പോഴും തിരക്കുണ്ട്. എനിക്കൊന്നും താമ്പരം എത്തുന്നവരൊക്കെ തിരക്ക് കാണുമായിരിക്കും. താമ്പരം എത്തുമ്പോഴേക്കും കാലിയാവുമായിരിക്കും. ചെങ്കൽപ്പെട്ടെന്ന് ഏതൊരു സ്റ്റേഷൻ വഴി പോയി. രാത്രിയപ്പോൾ ഒരു ചായയും കൂടെ കൊണ്ടുവന്നതാ. സൊസൈറ്റിയുടെ ഒരു ചായയും കൂടെ കൊണ്ടുവന്നു. ചൂടുവെള്ളം ചായയും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വേഗം ഉണ്ടായി കുടിക്കാം. അപ്പോൾ നമ്മളങ്ങനെ താമ്പരം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 10:41. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി ആയിട്ടുണ്ട്. സ്റ്റാർട്ടർ ഡബിൾ നമ്പറാണ്. നമുക്കിനി വിട്ടുപോയാൽ മാത്രം മതി. നമുക്കിനി ഒരു 23 കിലോമീറ്റർ 24 കിലോമീറ്റർ ഉണ്ട് ചെന്നൈ എഗ്മോറിലേക്ക് എത്താൻ. വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 13 മിനിറ്റ് ലേറ്റാണ്. അതിൽ കാര്യമായിട്ടൊന്നും മേക്കപ്പ് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. ഒരു 11-10 ആയിട്ട് നമ്മൾ ചെന്നൈ എഗ്മോറിലെത്താനാണ് സാധ്യത. ഡോറടച്ചു. ഇനിയിപ്പോൾ നേരെ അടിച്ച് പറത്തി എഗ്മോറിലേക്ക് പോയാൽ മതി. ഇനി അവരോട് അൺസ്കെഡ്യൂൾഡ് പിടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. വളരെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ടെറിട്ടറിയാണ്. സമയം 10:42. ഞാൻ ശരിക്കും ചെന്നൈയിൽ ഒരു ഒഫീഷ്യൽ വർക്കിനാണ് വന്നത്. എൻ്റെ പണി താമ്പരത്താണ് നാളെ. ഇവിടെ ഒന്ന് തങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രെയിനിൽ തിരക്ക് കുറഞ്ഞു. വണ്ടി കാലിയായിട്ടൊന്നുമില്ല, തിരക്ക് കുറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴും ഉണ്ട് ഏകദേശം ഒരു 70% ഓക്യുപ്പൻസി ഉണ്ട് നമ്മുടെ കോച്ചിൽ. നമ്മൾ താമ്പരം കഴിഞ്ഞ് പറക്കാൻ തുടങ്ങി. നമ്മൾ 104 km/h എത്തിക്കഴിഞ്ഞു. ഇനി 22 കിലോമീറ്റർ ഉണ്ട് ചെന്നൈ എരുമ്പൂരിലേക്ക്, അതായത് ചെന്നൈ എഗ്മോറിലേക്ക്. അപ്പോൾ നമ്മളങ്ങനെ എഗ്മോറിലേക്ക് കയറണം. ചെട്ട്പേട്ട കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. നമ്മൾ എഗ്മോർ സ്റ്റേഷനോട് ജസ്റ്റ് കയറുന്നത്. ഏത് പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലാൻ അറിയില്ല. ഇറങ്ങാൻ അത്യാവശ്യം ആൾക്കാരുണ്ട്. 2 കിലോമീറ്റർ ഉണ്ടെന്നാണ് നമ്മുടെ ഉള്ളിലെ ഡിസ്പ്ലേ കാണിക്കുന്നത്.
അപ്പോൾ അങ്ങനെ 11:05 നമ്മൾ എത്തിയിരിക്കുകയാണ് ചെന്നൈ എഗ്മോറിൽ, ചെന്നൈ എഴുമ്പൂരിൽ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു ഇന്ത്യൻ റെയിൽവേസ് എന്ന് പറയുന്നത്. വെൽക്കം ടു ചെന്നൈ എഴുമ്പൂർ. 5 മിനിറ്റ് ലേറ്റ് ഇടാം. 11 മണിയായിരുന്നു ഷെഡ്യൂൾ അറൈവൽ ടൈം. 11:05 നമ്മൾ എഗ്മോർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ചെന്നൈ എഗ്മോർ സ്റ്റേഷൻ. നമ്മൾ ആ ആർച്ച് ഏരിയയിലാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിവിടെ ഈ ഓവർ ബ്രിഡ്ജ് കയറി സബർബൻ ട്രെയിൻ ഒരെണ്ണം പിടിച്ച് നമുക്കിനി സെൻട്രലിലോട്ട് പോകണം, പാർക്ക് സ്റ്റേഷനോട്ട് പോകണം. പാർക്ക് സ്റ്റേഷൻ്റെ അടുത്താണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി ഇന്ന് രാത്രി അവിടെ തങ്ങാനാണ് പരിപാടി. നാളെ എനിക്ക് വീണ്ടും താമ്പരത്തേക്ക് പോകണം. താമ്പരത്താണ് എനിക്ക് കുറച്ച് ഒഫീഷ്യൽ വർക്കുള്ളത്. നാളെ അങ്ങോട്ട് പോകും. അപ്പോൾ പിന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഇരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. നിങ്ങളെല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാവുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൂപ്പർ താങ്ക്സ്, മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സ് വഴി നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. നമുക്കത് മറ്റൊരു അടിപൊളി പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.